തന്നെ ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും കൃഷി തന്നെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ 24 മണിക്കൂർ കൃഷി തന്നെയാണ്. ഇപ്പോൾ 3-5 മണിക്കൂർ പണിയും കാര്യം വാങ്ങിച്ചാലും ഇതും കാര്യം വാങ്ങിച്ചാലും അപ്പോൾ നിങ്ങളും കൃഷിയിലിറങ്ങുക. അരേഴ് മണിക്കൂർ എല്ലാം കൃഷിയിലിറങ്ങി നല്ല ഐശ്വര്യവും സന്തോഷമൊക്കെ നിലനിർത്തുക. നമ്മളിപ്പം കൃഷി തന്നെയാണ്, പണിയും കാര്യം വാങ്ങിച്ചാലും ഇനിയിപ്പോൾ ഒരു 5-6 മണി വരെ കൃഷി തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കപ്പ വെക്കുക, നല്ല കപ്പ മെരട് കൊയ്ക്കുന്നതാണ്. നമുക്ക് നോക്കുക എങ്ങനെ കായ് ഉണ്ടാവുന്ന വരും. അപ്പം നമ്മൾ കപ്പ മെരട് ഇതാണ് നിങ്ങൾ മെരട്. ഇത് കപ്പ, ഇത് നല്ല തണ്ടാണ്. കപ്പ എത്ര ഉണ്ടാവും എനിക്കില്ല. നമ്മൾ നോക്കി നോക്കുക. ഇവിടുന്ന് പോട്ടെ, ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് തണ്ടും നമ്മൾ മെല്ലെ ഇവിടെ വെക്കുക. അതുപോലെ തന്നെ തണ്ടും പോട്ടല്ലേ, ഇവിടുന്ന് പോട്ടെ. ആഹാ, എന്താ തണ്ട്! ഇതാണ്ട് നിങ്ങൾ നല്ല ഫസ്റ്റ് കൊട്ടി തണ്ട്. ഇത് തണ്ട് നല്ല തണ്ടാന്ന് വെച്ചിട്ട് ആ വെച്ച കപ്പ നല്ല ഉണ്ടാവും. നമ്മൾ പൊരിച്ച് നോക്കുക. നിങ്ങൾ പറഞ്ഞ ഈ കപ്പക്ക് എത്ര കിലോ ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞത്? ഞാൻ പറയുന്നത് ഒരു 5 കിലോ. നിങ്ങളെത്രയാണ് പറയുന്നത്? നിങ്ങളും പറയും. നിങ്ങളൊരു 8 കിലോ, ഒരു 10 കിലോ. ഓക്കെ, നമ്മൾ തുടങ്ങുക. ഓക്കെ, തുടങ്ങുക, പൊരിക്കൽ തുടങ്ങുക. ഓ ഇതാ വരുന്നില്ല, ഒന്നും കൂടി. ഓ ഓക്കെ, ഒന്ന് തട്ടി നോക്കുക. ഇങ്ങനെ മേലിട്ടൊന്ന് തട്ടി നോക്കുക. കുറച്ചിങ്ങനെ തട്ടുക, വീട്ടിൽ പൊരിക്കുക. ചെയ് പോയിരുന്നില്ല. ഇങ്ങനെ അങ്ങ് തട്ടുക. ഇനിയും അത് പൊരിച്ച് നോക്കുക അല്ലേ. നോക്കിക്കോളി, രണ്ടങ്ങൾ ഇനി ഇവിടെ വെക്കും നമ്മൾ ഒരു മെരട്. ഇത് രണ്ടങ്ങൾ ഇതിൻ്റെ ചോലയത്തെ ഒരു മെരട് വെച്ചാൽ ഇത് കൊക്കോൻ്റെ ചോട്ടിൽ ഒരു പരീക്ഷണാർത്ഥം വെച്ചാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും ഇതും വെച്ച് നോക്കാം. ഈ ഒരു തണ്ട് ഇതും കൊത്തും നമ്മൾ. ഇത് നല്ല തണ്ടാണ്. വേലേറിൽ നല്ല വേലുള്ള ഇടത്തിൽ വെച്ചാൽ നല്ല കായ് ഫലം കിട്ടും. ഇവിടെ ഇന്നോട്ടെ ഇതും കൊത്തിക്കളി. ഈ തണ്ട് ഇവിടെയും കൊത്തുക. നമ്മൾ വെച്ച് നോക്കുക. ഓ ഇതും പൊരിക്കും. ഇനി പൊട്ടിയൊക്കെയുണ്ട്. ഇനി നമ്മളിത് വെച്ച് നോക്കുക. ഇതാ ഇതേണ്ട നിങ്ങൾ കപ്പ കണ്ടിക്കല്ല, നമ്മൾ കാണിച്ചു വേണ്ട. നല്ല കിലോ നല്ല വേന്ന കപ്പയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതാ കപ്പ ഓരോ വേണ്ടെങ്കിൽ വലിയ ജനവർ കപ്പയാണ്. നമുക്കിത് പൊയിങ്ങാൻ എടുക്കാം. പൊയിങ്ങ കപ്പ പൊയ്ക്കുണ്ടാക്കുക അസലായിട്ട്. നമുക്ക് പണിയെടുക്കുമ്പോൾ കൃഷിപ്പണിയെടുക്കുമ്പോൾ 2 മെരട് പൊരിച്ച് നോക്കിയതാണ് നമ്മൾ. ഇപ്പോൾ തണ്ട് മോശമല്ല. ഈ തണ്ടിനും വെക്കാം നമുക്ക്. ഇതിപ്പം വെച്ചിട്ടൊരു 10 മാസം ആയിക്കാളുള്ളൂ. നല്ല തണ്ടാണ്. ചോലയത്ത് വെച്ചതാണ്. ബേലേറിലെല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം കപ്പ ഉണ്ടായത്. ഇത് കണ്ടില്ല, കൊക്കോൻ്റെ ചോട്ടിലായതിനെ കൊണ്ട്. അപ്പോൾ എല്ലാവരും കപ്പ കൃഷി ചെയ്യുക. ഇത് ഈ തണ്ട് ഇപ്പം നമ്മൾ വെക്കുന്നതാണ്. വേറെയും തണ്ടുണ്ട്, ഇന്നലത്തെ കപ്പേൻ്റെ തണ്ടുണ്ട്. അതിനാലെ കപ്പ ഉണ്ടാവും. ഇപ്പം വേഗം പൊരിച്ചതാണ്. ഓക്കെ.